നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. കാസിനോ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. നാട്ടിലെ ഒരു പ്രമുഖ ബിസിനസ്സുകാരനായിരുന്നു രാഘവ്. അദ്ദേഹത്തിൻ്റെ 50-നടുത്ത പ്രായത്തിൽ ജീവിതം ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറഞ്ഞിരുന്നു. ആദ്യം ചെറിയൊരു വാണിജ്യ സംരംഭം ആണ് തുടങ്ങിയിരുന്നത്. പിന്നെ വ്യവസായ ലോകത്ത് അദ്ദേഹത്തിൻ്റെ പേര് മുൻപന്തിയിലായി. ചെറുതായി തുടങ്ങി ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലായി രാഘവ്. ഒരു സംരംഭത്തിൽ നിന്നുള്ള ലാഭം കൊണ്ട് മറ്റൊരു തുടക്കം. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സ്വന്തം ഉയർച്ചയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് മഞ്ഞളിച്ചുപോയി. ആഡംബര ജീവിതം എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലായിരുന്നു പിന്നീടുള്ള ജീവിതം. കേരളത്തിലാണ് പ്രോജക്ട്സ് എങ്കിലും മാർക്കറ്റിംഗ് മൊത്തം വിദേശ രാജ്യങ്ങളിലായിരുന്നു. ഇൻവെസ്റ്റേഴ്സും ഒപ്പം വീടും ഫ്ലാറ്റും വാങ്ങുന്നവരും കൂടുതൽ വിദേശങ്ങളിൽ ജോലിയും ബിസിനസ്സുമുള്ളവരാണ്. അതിനായി ഒരു മാർക്കറ്റിംഗ് ടീം സ്ഥിരമായി വിദേശയാത്രകളിലുമായിരുന്നു. ഒരു പ്രോജക്റ്റിനു വേണ്ടി ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി കാശ് സ്വരൂപിച്ച ശേഷം ആ പ്രോജക്റ്റ് പൂർത്തിയാക്കാതെ അടുത്ത പ്രോജക്റ്റിനായി ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങി. പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനായി അത്യാഡംബര ജീവിതവും പതിവാക്കി. ഈ ആഡംബര ജീവിതത്തിന് അയാൾ ഉപയോഗിക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പണവും കൂടിയാണ്. കൂടാതെ മുന്തിയ മദ്യവും മറ്റും വിളമ്പിയുള്ള നിശാപാർട്ടികൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിയിരുന്നു. സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ളവർ, പ്രത്യേകിച്ച് ഒരുപാട് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം അതിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവരുടെ എല്ലാ ചിലവുകളും രാഘവ് എടുക്കുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കാശിൽ നിന്നായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ കാസിനോകളിൽ ഭാഗ്യം പരീക്ഷിക്കുന്നതും അയാൾ പതിവാക്കി. അതും ഒരു സോഷ്യലൈസിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ കണക്കുകൂട്ടിയത്. കമ്പനിയുടെ പ്രൊമോഷൻ്റെ ഇത്തരം പരസ്യങ്ങൾക്കായുള്ള ചിലവുകൾക്കൊന്നും ഒരു പരിധിയുമില്ലായിരുന്നു. കൂടാതെ അഡ്മിനിസ്ട്രേഷനും അക്കൗണ്ടിങ്ങും നേരാംവണ്ണം നടന്നില്ല. കാശ് പോയ വഴി പോലും അദ്ദേഹം അറിഞ്ഞില്ല. അവസാനം എന്താ? കുറേ പ്രോപ്പർട്ടികൾ അവിടെയും ഇവിടെയും വാങ്ങിക്കൂട്ടി. പ്രോജക്റ്റിന് ഓരോ പേരുമിട്ടു. അതല്ലാതെ മറ്റൊന്നും നടന്നില്ല. ശരിയായ മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ എവിടെയൊക്കെയോ എത്തേണ്ട ഒരു ഗ്രൂപ്പായിരുന്നു അത്. ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, കാശുണ്ട്, പക്ഷേ മാനേജ്മെൻറ്റ് മോശമായതുകൊണ്ട് എല്ലാം പോയി കിട്ടി. പതിയെ കമ്പനികളിൽ ചെറിയ പ്രശ്നങ്ങൾ കേട്ടു തുടങ്ങി. ചാനലുകളിൽ അവർ പരസ്യമിടും, എന്നാൽ പേയ്മെൻറ്റ് പ്രശ്നമാണ്. അങ്ങനെ പലതും കേട്ടു തുടങ്ങി. പറഞ്ഞ സമയത്ത് വില്ലകളും ഫ്ലാറ്റുകളും പൂർത്തിയാക്കാൻ പറ്റാതിരുന്നതുകൊണ്ട് ആരൊക്കെയോ അവർക്കെതിരെ കേസ് കൊടുത്തു. ആദ്യത്തേത് ചെറിയ നഷ്ടമായിരുന്നുവെങ്കിലും പിന്നെ വലിയ ഇടപാടുകളിൽ നഷ്ടമായി. ബാങ്ക് വായ്പകൾ അടയ്ക്കാൻ കഴിയാതെ ജീവനക്കാരും കുടുംബവും ആശങ്കയിലായി. തുടർന്ന് രാവിലെ മുതൽ രാത്രി വരെയുള്ള ബിസിനസ് മീറ്റിങ്ങുകളും കോൺട്രാക്റ്റുകളും അക്കൗണ്ടുകളും എല്ലാം സ്ക്രീനിൽ തെളിയുന്ന നഷ്ടങ്ങൾ കണ്ട് അയാൾ അന്ധാളിച്ചുപോയി. എല്ലാം കൂടി ഒറ്റയടിക്ക് അയാൾക്ക് മുന്നിൽ ഡെമോക്ലസിൻ്റെ വാൾ പോലെ നിന്നു. ഒരിക്കലെല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇനി എന്ത് ചെയ്യും? രാഘവിൻ്റെ ആത്മവിശ്വാസം തകർന്ന് തരിപ്പണമായി. തൻ്റെ കൊട്ടാര സദൃശ്യമായ വില്ലകൾ, വിലയേറിയ വസ്തുക്കൾ, കോടികൾ വിലയുള്ള കാറുകൾ എല്ലാം കൈവിട്ടു പോകും എന്നുറപ്പായി. കൂടാതെ എങ്ങുമെത്താത്ത നിരവധി പ്രോജക്റ്റുകൾ, ഇൻവെസ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്ന കേസുകൾക്ക് പിന്നാലെ ഉള്ള ജയിൽവാസം, ഒന്നും ആലോചിക്കാൻ വയ്യ. രാഘവ് തൻ്റെ മനസ്സിൽ കൈവിട്ടു പോകുന്ന ജീവിതവും നഷ്ടത്തിൻ്റെ ഗഹന സത്യങ്ങളും തിരിച്ചറിഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടതും ജീവിതത്തിൽ വലിയ നാശമുണ്ടായതും തൻ്റെ മാത്രം അഹങ്കാരത്തിൻ്റെ അന്ധത കൊണ്ടായിരുന്നു എന്നയാൾ തിരിച്ചറിഞ്ഞു. ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളിലുള്ള വിശ്വാസവും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ മൂല്യവും മനസ്സിലായപ്പോൾ അത് ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ഇനി തനിക്കൊരു തിരിച്ചുവരവില്ല, മരണക്കുറിപ്പിൽ രാഘവ് എഴുതി നിർത്തി. ഒടുവിൽ അദ്ദേഹം ഒരു മുഴം കയറിൽ തൻ്റെ ജീവൻ ഒടുക്കി. ഓഫീസിലെ മാല ചാർത്തിയ ഭർത്താവിൻ്റെ വലിയ ഫോട്ടോയ്ക്ക് മുന്നിൽ നമിത ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. ഒട്ടും വിഷമിക്കണ്ട, ഞാനും മക്കളും ഈ കമ്പനി പൂർവാധികം ശക്തിയായി തിരികെ കൊണ്ടുവരും, ആത്മഗതമായി അവർ മനസ്സിൽ പറഞ്ഞു. തീരുമാനിച്ചുറപ്പിച്ച മട്ടിൽ കസേരയിൽ ഇരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി പുതിയൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.